നമസ്കാരം. ഞാൻ വന്ദന. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതും ഒരു അടിപൊളി റെസിപ്പിയായിട്ട്. റെസിപ്പി വേറെ ഒന്നുമല്ല, മേത്തി മട്ടർ മലായി. ഇത് ചപ്പാത്തി, നാൻ, റൊട്ടി ഇതിന്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. മേത്തി മട്ടർ മലായി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് മേത്തി മട്ടർ മലായിക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനായി 2 മീഡിയം സൈസ്ഡ് സവാള, 2 പച്ചമുളക്, 1 തക്കാളി ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ, 6-7 കാഷ്യൂ നട്ട്സ്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, അതുപോലെ പച്ചമുളക് ഇവ ചേർത്തൊന്ന് വഴറ്റുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർക്കാം. സവാള നന്നായി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഗ്രീൻ പീസ് തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം. തൊലി കളയുന്നതിനിടയ്ക്ക് പലതും തെറിച്ചു പോകുന്നുണ്ട്, കാര്യമാക്കണ്ട. ഗ്രീൻ പീസ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കണം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഗ്രീൻ പീസ് ഇടാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ഒരു തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ അംചൂർ പൗഡർ കൂടെ ചേർക്കാം. അംചൂർ പൗഡർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പച്ചമാങ്ങ ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചുണ്ടാക്കുന്നതാണ്. അത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു പൗഡറാണ്. ഇത് ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. വേവിക്കാനായി വെച്ച് ഗ്രീൻ പീസ് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാം. ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനു മുൻപ് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മേത്തി അല്ലെങ്കിൽ ഉലുവയില ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഇട്ട് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ്. തണുക്കാനായി വെച്ച ഉള്ളിയും തക്കാളിയും വഴറ്റിയത് നമുക്കിനി സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായി ഇതൊരു ജാറിലേക്ക് മാറ്റി ആവശ്യമെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മേത്തി ഒന്ന് ചൂടാക്കിയെടുക്കാം. അരിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതൊരു 1/2 കപ്പ് മേത്തിയാണുള്ളത്. ഇത് നമുക്കൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം.
ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ മിക്സ്ചർ സ്മൂത്തായി അരച്ചിട്ടുണ്ട്, ഒരല്പം വെള്ളം ചേർത്ത്. ഇത്രയും മതി മേത്തി ചൂടാക്കിയത്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് വീണ്ടും ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ ജീരകവും ഇപ്പോൾ സ്മൂത്തായി അരച്ചെടുത്ത പേസ്റ്റും ഇതിലേക്ക് ചേർക്കാം. ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചൂടാക്കിയ മേത്തി ഇതിലേക്ക് ചേർക്കാം. കൂടെ 1/4 കപ്പ് ഗ്രീൻ പീസും. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1-2 ടീസ്പൂൺ ഗ്രേവി എടുത്ത് പാലിലേക്ക് മിക്സ് ചെയ്ത് പാല് പിരിയുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പലപ്പോഴും പാല് നേരിട്ട് പാനിലേക്ക് ഒഴിക്കുമ്പോൾ പിരിയാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറുതായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കസൂരി മേത്തി ചേർക്കാം. കസൂരി മേത്തി ഒന്ന് തിരുമ്മി ചേർക്കാം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മലായി, അതായത് ക്രീം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കാം. ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കൂടുതലും ആവാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ മേത്തി മട്ടർ മലായി തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ